ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെജിറ്റബിൾ കുറുമയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നിറയെ വെജിറ്റബിളൊക്കെ ചേരുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുറുമയാണ്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുന്നത് നോക്കാം. വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാ ഇഷ്ടമുള്ള എണ്ണ എന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. 3 തൊട്ട് 4 ഗ്രാമ്പൂ വരെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട. ഇത്രയാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ മസാലയുടെയൊക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ എണ്ണയിലിട്ട് ഇറങ്ങും. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകേണ്ട വരെ വഴറ്റിയാൽ മതി. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആകണ്ട. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വെന്തുടയുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് നമുക്ക് വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/4 കപ്പ് കോളിഫ്ലവർ, അതായത് ഏകദേശം ഒരു 10 ഇതൾ കാണും കോളിഫ്ലവറിൻ്റെ, അതുകൂടെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ 1/2 കപ്പ് ബീൻസ് നീളത്തിൽ അരിഞ്ഞതും, അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രോസണോ ഫ്രഷ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. ഉണങ്ങിയതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വേവിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി വെജിറ്റബിൾ എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെജിറ്റബിളൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഇതിൻ്റെ അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും വെജിറ്റബിളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കണം. കാരണം ഇത്രയും വെജിറ്റബിളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 10 മിനിറ്റ് എടുക്കും ഇതൊന്ന് വെന്ത് വരാൻ. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ അകത്തിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾ കുറുമ എന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചേർത്തിട്ട് ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 10 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുറുമയ്ക്ക് നല്ലൊരു തിക്നെസ് കൊടുക്കുന്നത് ഈ ഒരു കാഷ്യൂനട്ട് അരച്ച് ചേർക്കുമ്പോഴാണ്. അപ്പോൾ 10 എണ്ണം ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ 2 പച്ചമുളകും 1 ടീസ്പൂൺ പച്ചമല്ലി മുഴുവനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, അതായത് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അതിലേക്ക് നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം അതേ മിക്സിയുടെ ജാറിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വെജിറ്റബിൾ വേവിച്ചപ്പോൾ ഒഴിച്ച വെള്ളമെല്ലാം അത് വെന്ത് വന്നപ്പോൾ വറ്റിപ്പോയി. അപ്പം നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ട ഗ്രേവിക്ക് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ അതിലേക്ക് ഞാനൊരു കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എരിവിന് വേണ്ടി പച്ചമുളക് അരച്ചുകൊണ്ട് തന്നെ ഒത്തിരി മുളക് പൊടിയൊന്നും ഇടണ്ട. ഇത് ഞാനൊരു കളർ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ചെറിയൊരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് കറിക്ക്. ഇനി ഇതിൻ്റെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സവാള വഴറ്റിയപ്പോൾ മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരണം. അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ വേവിച്ചതുകൊണ്ട് തന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക.
അപ്പോൾ നമ്മൾ തേങ്ങയുടെ കൂടെ കാഷ്യൂനട്ടൊക്കെ അരച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു തിക്കായി വരും ഗ്രേവി. അതുപോലെ തന്നെ കാഷ്യൂനട്ട് ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് ഗ്രേവിക്ക്. ഇപ്പം ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിവിടെ ചേർത്ത് ഗ്രേവി തിക്കായതിന് ശേഷം ഒത്തിരി നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കട്ടിയായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്